Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ എനർജി ഡ്രിങ്ക് ആട്ടോ. എന്താണെന്നറിയോ? സംഭാരമാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഇത് കുടിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. സംഭാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1/3 കപ്പാണ്. ഒരുപാട് പുളിയൊന്നുമില്ല, ചെറിയ പുളിയേ ഉള്ളൂ. അപ്പം ഒരു കട്ടത്തൈര്, 1 കപ്പ് തണുത്ത വെള്ളം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞത്, ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉണ്ട്. കറിവേപ്പില, 1 പച്ചമുളക്, 2 ചെറിയ ഉള്ളി. അപ്പോൾ ഇതെല്ലാം ഞാൻ പൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി വേണ്ടത് ഉപ്പ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ആദ്യമേ ഈ തൈര് മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. അപ്പോൾ തൈര് കടയണ സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് ആക്കിയാലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർക്കാം. അതിനുശേഷം ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഒരുപാട് നേരം അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്കൊന്നത് മോരായി കിട്ടിയാൽ മാത്രം മതി ഇത്. അപ്പോൾ ഞാനത് അടിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മിക്സിയിൽ വിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, അതിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. ഒരുപാട് നേരം ഇട്ട് കറക്കണ്ട. വിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കുക ഓഫാക്കുക, ആ ഒരു മെത്തേഡിലാണ് വരുന്നത്. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉണ്ടോ, ഒരു മോരായിട്ടുണ്ട് ഇപ്പോൾ ഇത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോണത് ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് അരിഞ്ഞാണ് ചേർക്കാറ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ചിടാം. പക്ഷേ എനിക്ക് ചതച്ചിടുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് തോന്നിയേക്കുന്നത് അരിഞ്ഞിടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. കറിവേപ്പില ഇടാം ഇതിൻ്റെ അകത്ത്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളിതിൻ്റെ അകത്ത് ചേർത്തേക്കുന്ന പച്ചമുളക്, ഇഞ്ചി, ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങുവാൻ അതിലേക്ക്. അന്നേരം ഇത് കുടിക്കാനായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. എന്നും പറഞ്ഞുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കി ഉടനെ കുടിക്കാൻ പറ്റത്തില്ലെന്നൊന്നുമല്ല. ഇത് ഉണ്ടാക്കി ഉടനെ നമുക്ക് കഴിക്കാം. ഇരിക്കുന്തോറും ഇതിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭാരം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും കുടിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്